ഈ രാജ്യത്ത് ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നെഹ്റു കുടുംബമല്ലാത്ത ആളുകൾക്കൊന്നും അർഹമായ പരിഗണന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പതിറ്റാണ്ടുകളോളം കോൺഗ്രസ്സുകാർ ഈ രാജ്യം ഭരിച്ചിട്ടും ചേറ്റൂർ ശങ്കരൻ നായരെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ധീരോദാത്തമായ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അർഹമായ പരിഗണന കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന സമയത്തോ അതിനുശേഷം അവർ തുടർച്ചയായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമോ ഈ രാജ്യത്തുണ്ടായിട്ടില്ല. ഇപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ള ആളുകളുടെ ചരിത്രമെന്ന് പറയുന്നത് മുഴുവൻ മലയാളികൾക്കും അഭിമാനകരമായിട്ടുള്ള ചരിത്രമാണ്. പ്രത്യേകിച്ച് പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനമുണ്ടാവേണ്ട ഒരു വ്യക്തിത്വമാണ് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർ അവഗണിച്ചു വിട്ട ഇതുപോലുള്ള ചരിത്ര നായകന്മാരുടെ ചരിത്രങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല. അന്ന് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം എന്നുള്ളത്. പിന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിക്കുന്നതിനും തൊട്ടു മുൻപ് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് സ്വയം സേവകർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി തവണ ജയിലിൽ വാസം അനുഷ്ഠിച്ച ആളുകളുണ്ട്, സത്യാഗ്രഹം നടത്തിയ ആളുകളുണ്ട്. അതിന് ചരിത്രത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെയും ഓപ്പൺ ചാലഞ്ച് ചെയ്യാണ്. അതുമായി ബന്ധപ്പെട്ട് ഏത് വാദത്തിനും എവിടെയും ഞങ്ങൾ തയ്യാറാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഈ രാജ്യത്ത് നിരവധിയായ സംഘടനകൾ അവരവരുടെ പങ്ക് കൃത്യവും വ്യക്തവുമായി വഹിച്ചിട്ടുണ്ട്. സമരം കൊടുമ്പിരി കൊണ്ട കാലത്തൊക്കെ RSS ഉണ്ട്, 25 മുതൽ ഉണ്ട്. പക്ഷേ കോൺഗ്രസ് അന്നും പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായ കാലത്ത് RSSും കോൺഗ്രസും ബന്ധമില്ലാതെ വേറെ ആയി നിൽക്കുക തന്നെയല്ലേ ചെയ്തിരുന്നത്. സ്വാതന്ത്ര്യ സമര പോരാട്ടം 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘം ആരംഭിക്കുന്നത്. ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിക്കുന്നതിന് മുൻപും അതിന് ശേഷവും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സ്വയം സേവകരുടെ ഭാഗത്തു നിന്ന് കൃത്യമായി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേറ്റൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏക മലയാളി പ്രസിഡന്റായ ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ് ഇതാക്കുന്ന ഒരു ദേശീയ നേതാവ് നിലയ്ക്ക് നിങ്ങളാക്കാം. പക്ഷേ ഒരു കാവിക്കൊടിയുടെ മുകളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ വെച്ച് പുഷ്പാർച്ചന നടത്തുന്നതിൽ കൃത്യമായ രാഷ്ട്രീയം തന്നെയല്ലേ. ഇവിടെ എല്ലാത്തിനുമകത്തും വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. ചേറ്റൂർ ശങ്കരൻ നായരുടെ ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുഷ്പാർച്ചന നടന്നിട്ടുണ്ട്. ഇതിന് തൊട്ടു മുമ്പ് സ്മൃതിദിനം നടന്ന സമയത്തും ഞങ്ങൾ പുഷ്പാർച്ചന സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം കണ്ടിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം നിൽക്കുന്ന മങ്കര പഞ്ചായത്തിൽ വർഷങ്ങളോളം കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വാർഡിലും പഞ്ചായത്തിലും എല്ലാം ഭരിച്ചിട്ടും ആ സ്മൃതി മണ്ഡപത്തോട് കാണിച്ചിട്ടുള്ള അനാദരവ് എന്ന് പറയുന്നത് തികച്ചും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. പിന്നെ ഈ കോൺഗ്രസ്സുകാരെ ഇപ്പോഴാണല്ലോ ചേറ്റൂർ ശങ്കരൻ നായരെയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത്. എത്ര തവണ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് പരിശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അവർ അധികാരത്തിലുണ്ടായിരുന്ന പതിറ്റാണ്ടുകളോളം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്. ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ സംഭാവനകളെ ഈ രാജ്യത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് സ്റ്റെപ്പാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും MP-മാരോ മന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ അവർ അധികാരത്തിലിരുന്നിട്ടുണ്ട്, കേന്ദ്രത്തിലുണ്ട്, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അവരെ വിസ്മൃതിയിൽ ആഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ള ആളുകൾ. ഈ DCCയിലും അതുപോലെ മങ്കരയിലൊക്കെ ഇന്ന് കോൺഗ്രസ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലൊന്നും അവർ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല. അല്ല, സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനി ഉയർത്തിക്കൊണ്ടുവരും. അവർക്ക് കുറേ കാലം ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ മൂടി വയ്ക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചവിട്ടി മെതിച്ച ചരിത്രങ്ങളെല്ലാം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. ജനങ്ങൾ ഇത്തരത്തിലുള്ള ചരിത്ര പുരുഷന്മാരെ ഇനി സ്വീകരിക്കുന്ന കാഴ്ചകൾ അതിവിദൂരമല്ല.